2014 2019 വ്യക്തമായ മാനിഫെസ്റ്റോ ജനത്തിന് മുമ്പ് വെക്കുകയാണ് BJP NDA. നമ്മൾ 2014 വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഇതാവും, അഴിമതി എന്നുള്ളത് ഇന്ത്യയിൽ ഉണ്ടാവില്ല, ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കും, അടിസ്ഥാന വികസനം, റോഡ് വികസനം, റെയിൽ വികസനം, വ്യോമ വികസനം, അടിസ്ഥാന വർഗങ്ങളായിട്ടുള്ള കർഷകർ, അതുപോലെ സ്ത്രീകൾ, യുവാക്കൾ, പാവപ്പെട്ടവർ, ഇവരുടെ വികസനം എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ കാണിക്കുന്ന ദിശ ജനങ്ങളുടെ ദിശയുമായിട്ട് വ്യത്യാസപ്പെട്ടുകയാണ്. ഒരു മുന്നണിക്കും യാതൊരു പ്രസക്തിയില്ല. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് കറക്റ്റാണ്. 2014 ഞങ്ങൾ ഇന്നതെല്ലാം കൊണ്ടുവരും എന്ന് പ്രകടന പത്രികയുടെ ഭാഗമായി പറഞ്ഞു. എന്തൊക്കെ കൊണ്ടുവന്നു എന്നതാണ് തെരഞ്ഞെടുപ്പിന്. ഞാൻ പറയാം, യുവജനങ്ങളോട് പറഞ്ഞു 1 വർഷം 2 കോടി പുതിയ തൊഴിലവസരം, 10 വർഷം കൊണ്ട് 20 കോടി പുതിയ തൊഴിലവസരം കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിലെ 45 വർഷത്തിലെ ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മയിലൂടെ കടന്നു പോകുന്നു. ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമത്തെ വാഗ്ദാനം കർഷകരോട് പറഞ്ഞു, ധൈര്യമായി പോയി കൃഷി ഇറക്കിക്കോ, നിങ്ങളുടെ കൃഷിക്ക് താങ്ങുവില നിശ്ചയിക്കും, കാർഷിക ഉൽപ്പന്നത്തിന് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കർഷകർ പോയി കൃഷി ഇറക്കി, താങ്ങുവിലയില്ല, ഒന്നുമില്ല. ഐതിഹാസികമായ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കർഷക സമരം ഇപ്പൊ വീണ്ടും സമരം. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനം, ഞാൻ പറഞ്ഞോട്ടെ, മൂന്നാമത് പൊതുമേഖലാ സ്ഥാപനം ഇപ്പോ 195,000 കോടി രൂപയുടെ എഴുതിയാൽ നമുക്ക് കണക്കൂട്ടി എടുക്കാൻ പറ്റില്ല. പൊതുമേഖലാ സ്ഥാപനം എല്ലാം വിറ്റു. BSNL, BPCL, LIC അങ്ങ് നോക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ളത് എല്ലാം വിറ്റ് തരിപ്പണമാക്കി. അപ്പൊ പ്രകടന പത്രിക ഒരുപാടുണ്ടായിരുന്നു, അതിലൊന്നും നടപ്പാക്കിയില്ല. ജനാധിപത്യത്തെ പണാധിപത്യത്തിന് കീഴടക്കി. ഇപ്പൊ ഏറ്റവും അവസാനം 6,060 കോടി രൂപയുടെ ഇലക്ട്രിക് ബോർഡ് മേടിച്ച് കൈവച്ചു. ഓരോ മണ്ഡലത്തിന് 10-12,000 കോടി രൂപ കൊടുക്കാം. ഈ മണ്ഡലത്തിലേക്കും 10-12,000 കോടി മാറ്റിവെച്ചു. പക്ഷെ സ്ഥാനാർത്ഥിയില്ല. 14 പ്രഖ്യാപിച്ചതിൽ 4 അപ്പുറത്ത് കോൺഗ്രസിന്റെ ഇന്ന് കടം വാങ്ങി. നിങ്ങൾക്കറിയാം, കണ്ണൂര്, മലപ്പുറം, അതുപോലെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ AK ആന്റണിയുടെ മകൻ നിൽക്കുന്ന പത്തനംതിട്ട, അതുപോലെ തന്നെ തൊട്ടടുത്ത ചെങ്ങന്നൂര് 4 കോൺഗ്രസിന്റെ UDF നേതാക്കന്മാരെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി.